എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ നല്ല ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പി. അത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റുമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണെന്ന്. അപ്പോൾ ഈരുള്ളി ചിക്കനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ചോറ് വെച്ചിട്ട് വേണം നമുക്കത് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര തിരക്കുള്ള സമയമാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ചധികം തന്നെ ചെറിയുള്ളി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നേരാക്കി എടുക്കട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചെറുള്ളി തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റേതായ തനതായ ആ ടേസ്റ്റ് നമുക്ക് ചിക്കനിൽ കിട്ടാറുള്ളത്. അപ്പോൾ വലിയ ഉള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഉണ്ടാക്കിയെടുക്കുക, പക്ഷേ ചെറുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെറുള്ളി കുറച്ചെടുത്ത് തൊലിച്ച് വെക്കുന്നുണ്ട്. ചെറുള്ളി കുറച്ച് കൂടുതൽ എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെറുള്ളിയൊക്കെ നമ്മൾ തൊലിച്ച് റെഡിയാക്കി വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചോറ് നമ്മൾ തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ആകുമ്പോഴേക്കും തന്നെ ചോറും റെഡിയാകും. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തിളച്ച് അരിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ചിക്കൻ നമ്മൾ റെഡിയാക്കുമ്പോൾ എന്താ അറിയോ, ചെറിയ കഷ്ണങ്ങൾ വേണം കേട്ടോ. ഒരുപാട് വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മസാല അതിൽ പിടിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് പിടിച്ച് വരുന്ന നേരം കൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഉള്ളി ഇപ്പോൾ നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കുക, വട്ടത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കുക, ഇല്ല ചതച്ച് വേണമെങ്കിൽ എടുക്കുക കേട്ടോ. മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒന്നുമില്ല നമ്മൾ കൈ കൊണ്ട് അരിയുക, ഇല്ലെങ്കിൽ ഇടികൽ വെച്ചിട്ട് ചതച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ വയ്ക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മൺചട്ടിയിൽ ഇങ്ങനെ വരട്ടി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയൊന്നും ചേർക്കില്ല. അതുകൊണ്ട് നമുക്ക് എത്ര എണ്ണ വേണോ അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതിൽ ഞാനൊരു 1/2 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചതക്കുകയോ അല്ലാണ്ട് പേസ്റ്റാക്കുക ഒന്നും ചെയ്യാതെ നീളത്തിൽ ഇതുപോലെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. ഓവറായിട്ട് മുരിഞ്ഞ് വരണ്ട, എന്നാലും അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് റെഡിയായിട്ട് വരണം. ആ നേരം കൊണ്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് വെക്കുന്ന സമയത്ത് ചെറിയുള്ളി ചേർത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ചെറിയുള്ളി ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ടാവും. നമ്മൾ ചിക്കൻ എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് ഉള്ളിയുടെ എണ്ണം നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളി ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വഴണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുള്ളതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിൽ മസാലകളൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. നമ്മളിതിൽ വെള്ളം ചേർക്കാറേ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ പീസില്ലാണ്ട്
ഏകദേശം ഒരു ചെറിയ പീസിൽ കട്ട് ചെയ്യണമെങ്കിൽ മസാലകളൊക്കെ നല്ലപോലെ പിടിച്ച് നല്ലപോലെ വരട്ടി വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയുള്ളി കുറച്ച് കുറവാണ് തോന്നും, പക്ഷേ അത് വെന്ത് വരുമ്പോൾ എല്ലാം കൂടെ നല്ല സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ഞാൻ ആദ്യം നോക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടേ ഉള്ളൂ, വെള്ളമൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചിക്കൻ പാത്രത്തിൽ കൊള്ളാത്ത പോലെ തോന്നിയിരിക്കും, പക്ഷേ അത് വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം മസാല പിടിക്കാത്ത പോലെ എല്ലാം തോന്നും, പക്ഷേ നല്ല പാകമായിട്ട് വരും. അപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് വീണ്ടും തീ നല്ലപോലെ തന്നെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരട്ടെ പറഞ്ഞിട്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് മിക്സ് ചെയ്യേണ്ട, എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും. വെന്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ വെറുതെ ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശമൊക്കെ വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒരുവിധം തെളിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ള വേവും ആ വെള്ളം വറ്റിക്കലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒരു തുള്ളി പോലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ആകെ മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ്റെ പേര് ഈരുള്ളി ചിക്കനാണ് കേട്ടോ. അതായത് നമ്മൾ എന്താ പറയുക, ചെറിയുള്ളി വെച്ചിട്ട് ചെയ്യുന്ന ചിക്കനാണ്. അതാണ് ഈരുള്ളി ചിക്കൻ എന്ന് പറയുന്നത്. ഇത് പറയുന്ന പണ്ട് കാലത്ത് നമ്മുടെ അമ്മമ്മമാരൊക്കെ ചെറിയുള്ളി ഈരുള്ളി എന്നാണ് പറയുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈരുള്ളി ചിക്കൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എന്താ പറയുക തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങാക്കൊത്തും ഈ ചിക്കനും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. നാടൻ രുചി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മുടെ തേങ്ങാക്കൊത്ത് കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും അല്ലേ. ഇത് നന്നായി തന്നെ ഒന്നുകൂടെ ഡ്രൈ ആയി വരണം കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഡ്രൈനെസ്സും ഡാർക്ക്നെസ്സിനൊക്കെ കുറവ് തോന്നും, പക്ഷെ നല്ല ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫുഡിൻ്റെ കളറ് നമുക്ക് കാണിക്കാൻ സാധിക്കാറേ ഇല്ല കേട്ടോ. അത് നമ്മുടെ ഫോണിലെ ക്യാമറയുടെ കുഴപ്പമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ഡാർക്കായി തന്നെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വരട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിതെല്ലാം കൂടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ഒന്ന് വഴറ്റിയെടുത്ത് ഇത് ചേർത്ത് അങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായിരിക്കും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ ഫുള്ള് ടേസ്റ്റ് തരുന്നത് നമ്മുടെ ചെറിയുള്ളിയാണ്. ആ ചെറിയുള്ളിയുടെ ടേസ്റ്റ്, ആ ഗ്രേവി നല്ലപോലെ തന്നെ ഈ ചിക്കനിൽ പെരണ്ട് കിടക്കുന്നുണ്ടാകും കേട്ടോ. നല്ല അടിപൊളി രസത്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. അധികം മസാലകളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കനാണ് നമ്മളിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഈരുള്ളി ചിക്കൻ കേട്ടോ. അപ്പം നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നല്ല ചൂട് ചോറ് നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ മസാല പെരണ്ട നമ്മുടെ ഈരുള്ളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചോറിൻ്റെ സൈഡിൽ ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ നമ്മൾ ഒഴിച്ചു കൂട്ടാൻ എടുക്കുന്നത് രസമാണ്. ഞാൻ രസത്തിൻ്റെ റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ല. ഒരുപാട് രസങ്ങൾ നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സിമ്പിളായിട്ടുള്ള രസമാണ് നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് ചോറും നല്ല പരിപ്പ് രസവും ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈരുള്ളി ചിക്കനും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് വിരുന്നുകാർ ആരെങ്കിലും വരികയാണെങ്കിൽ കൂടിയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.